രണ്ടാമത്തെ പ്രത്യേകത, മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ പറ്റൂ. നിങ്ങൾ മനുഷ്യന്മാരാണോ? എല്ലാവരും എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. പറ്റുന്നുണ്ടാ? അതിനല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ട് കേട്ടാ. നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, കുറേയെല്ലാം നന്ന് നിങ്ങൾ. എന്നാൽ മൂന്നാമത്തെ പ്രത്യേകതയോടുകൂടി നിങ്ങൾ മനുഷ്യനാണോ എന്ന് ഇപ്പം തെളിയും ഇവിടെ. മനുഷ്യൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, ലോകത്ത് മനുഷ്യന് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ കഴിയൂ. കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ കഴിയുന്ന ഏക ജന്തു മനുഷ്യനാണ്. എല്ലാവരും എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്, ഒന്ന് പൊട്ടിച്ചിരിക്കും. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വരാൻ തന്നെയാണ്. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് ചിരിക്കുവാനൊന്നും പറ്റുന്നില്ല. ഈ ചിരി നിങ്ങളുടെ മുഖത്ത് വിരിയാത്തിടത്തോളമല്ലോ. ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആനിൽ എന്താ പറഞ്ഞത്? നബി പറഞ്ഞത് എന്താ? പുഞ്ചിരിയാണ് ലോകത്തെ ഏറ്റവും മഹത്തായ ദാനം. പിന്നെന്താ നിങ്ങൾക്ക് ചിരിക്കാൻ മടി? അതുകൊണ്ട് ഇന്ന് മുതൽ സക്കാത്തായിട്ട് നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും സാരമില്ല, കൊടുക്ക് പുഞ്ചിരി എന്നല്ലേ പറഞ്ഞിട്ടില്ലേ? കൈകൾ പരസ്പരം കൈമാറി ചിരിക്ക്. എന്നിട്ട് എന്താ നിങ്ങൾ ചിരിക്കാതിരുന്നത്? അതാണ് മുഹമ്മദ് നബി പറഞ്ഞത്, മനുഷ്യനാവണം. മുസ്ലിം മതം മനുഷ്യൻ്റെ മതമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരസ്പരം പുഞ്ചിരിക്കണം. ആ പുഞ്ചിരി തിരിച്ചു കൊണ്ടുവരുന്നത് മനുഷ്യന് മാത്രമേ കഴിയൂ. അത് അയാൾക്ക് മനസ്സിലാക്കി, നിങ്ങൾക്ക് മനസ്സിലാക്കില്ല ഇപ്പോൾ. അതുകൊണ്ട് ഉമ്മക്ക് എന്ത് ചെയ്യണം? ആ നബിയുടെ അനുയായികളായി മാറണമെങ്കിൽ നിങ്ങൾ കണ്ണിലേക്ക് നോക്കി ചിരിക്കണം. എൻ്റെ കണ്ണിലേക്ക് ഒന്നുകൂടി ഒരവസരം കൂടി ഞാൻ തരാം. ഒന്നുകൂടി നോക്ക്, പൊട്ടിച്ചിരിച്ചട്ടെ. നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ ഈ കുടുംബത്തിൽ. കോളേജ് ഓഫ് ലാഫിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മുമ്പിലുണ്ട്. 2500 രൂപയാണ് മാസ ഫീസ്. ആഴ്ചയിൽ 4 ക്ലാസ്. നിങ്ങളെല്ലാം അവിടെ ചേരണം. ആ മഹാരാജാസ് കോളേജിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ അങ്ങേ സൈഡിൽ ഞായറാഴ്ച നിങ്ങൾക്ക് കാണാം 10-40 കുട്ടികളും പല പ്രായത്തിലുള്ള മനുഷ്യന്മാരാ കുട്ടികൾ. മാഷ് വടിയെടുത്തിട്ട് ചിരിക്കടാ ചിരി അടി കിട്ടുമെന്ന് പറഞ്ഞാൽ അടിച്ച് ചിരിപ്പിക്കുക മാഷ്. 2500 രൂപ ഫീസ്. മലയാളത്തിൻ്റെ ഗതികേട് ആലോചിച്ചത്. ഞാൻ എന്തായാലും ഇവിടെ തുടങ്ങുന്നുണ്ട്, നിങ്ങളെല്ലാം ചേരണം. 1000 രൂപ മാത്രം ഫീസ് തന്നാൽ മതി, നിങ്ങൾ ചിരിച്ചങ്ങ് മാറും. അല്ല എങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു കണ്ണാടി വാങ്ങി വെക്കണം, അതിൻ്റെ മുമ്പ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ചിരി നമ്മളെ കുടുംബത്തിൽ ഇന്ന് തൊട്ട് മുഴങ്ങണം. നാലാമത്തെ പ്രത്യേകത, സങ്കടം വരുമ്പോൾ ഇനി ഞാൻ എൻ്റെ ഒരു തമാശ, നിങ്ങൾ മാത്രമല്ല ചിരിക്കാത്ത കേട്ടോ, എൻ്റെ ഭാര്യ ചിരിക്കൂല. ഞാൻ ഓളോട് പറഞ്ഞു, ഭാര്യയെ ഇനി ചിരിക്കണം. ഓള് ചെഞ്ചിനി അങ്ങനെയാണല്ലോ. നിങ്ങളല്ലേ എന്താണ് ഭർത്താവേ എന്നല്ലല്ലേ നിങ്ങൾ ചോദിക്കുക. എൻ്റെ ഭാര്യ അങ്ങനെയല്ല, കിളുകിളുന്ന് ഇങ്ങനെ എല്ലാത്തിനും ഒരു കിളുകളാണ്. ഞാൻ ഓളോട് പറഞ്ഞു, ഭാര്യയെ ഇനി ചിരിക്കണം. ഓള് ചിങ്ങി. ഞാൻ പറയും, മനുഷ്യന്മാർക്ക് മാത്രമേ ചിരിക്കാൻ പറ്റൂ. അപ്പോൾ എന്നോട് ചോദിക്കുവാണേ, മനുഷ്യന്മാരെ ചിരിക്കൂ? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അറിവിൽ മനുഷ്യന്മാരെ ചിരിക്കുള്ളൂ. ഓള് പറയും, തെറ്റി, ഇങ്ങക്ക് ഇവിടുത്തെ പശു ചിരിക്കും. നിങ്ങൾ പശുവിനെ കണ്ടില്ല? ഒരു 4 കാലിലുള്ളൊരു സാധനം പശുവിനെ കണ്ടിട്ടില്ല? ആ പശുവുമൊക്കെ പാൽ തരുമെന്നെല്ലാം പഠിച്ചില്ല നിങ്ങൾ. ആ പശു ചിരിക്കും പോലും. പശു ചിരിക്കുമോ? ഞാൻ പറയും, ഭാര്യയെ എന്നാൽ പശു ചിരിക്കും, ഇനി എന്നൊന്ന് വിളിക്കണം, എന്നാലല്ലേ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ദിവസം ഉച്ചക്ക് ഉറങ്ങുമ്പോൾ അവൾ വിളിച്ച്, ഇതാ പശു ചിരിക്കുന്നു, വേം വരിയേ. ഞാൻ കിട്ടിയ മുണ്ടും എടുത്തിട്ട് പശുവിൻ്റെ ആലയിലേക്ക് ഓടി. ആലയിലേക്ക് നോക്കുമ്പോൾ ഞാൻ എൻ്റെ പശുവില്ലേ, നിങ്ങൾ പശുവിനെ കണ്ടില്ലേ? പശുവിന് വയറ്റുന്ന് വേനിയാകുമ്പം പശുവിനൊരു ഒരാക്കലുണ്ട്, കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇത് കണ്ടിട്ടാണ് എൻ്റെ ഭാര്യ പറയുന്നത് പശു ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ ടീമാണോ എൻ്റെ ഭാര്യ ടീമാണോ? നിങ്ങൾ ആരുടെ ടീമാണ്? അതുകൊണ്ട് ഇന്ന് മുതൽ വീടുകൾ ചിരി വിരിയണം. നാലാമത്തെ പ്രത്യേകത, സങ്കടം വരുമ്പോൾ കരയണം. സങ്കടം വരുമ്പോൾ കരയുന്ന ഒരു മനുഷ്യനും പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല. പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ കണ്ണുനീരില്ലാത്ത മനുഷ്യന്മാരാണ്. ഞാനിപ്പോഴും എൻ്റെ ഭാര്യ പറയുന്ന അറിയാൻ, ഞാനൊക്കെ കുറേ കരഞ്ഞിന്, അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ കരയിപ്പിക്കൂല. ആടെ തന്നെ തീർന്നില്ലേ? മക്കൾ മനുഷ്യനല്ലാണ്ടാക്കിയതോളല്ലേ, മക്കൾ കരയണ്ടേ? പരീക്ഷ നിങ്ങൾ പത്രം തുറന്നു നോക്കിയാൽ നിങ്ങൾ പത്രം തുറന്നു നോക്കിയാൽ കുട്ടികൾ മരിക്കുന്നതിനെ പരീക്ഷ തോക്കുമെന്ന് ഭയന്ന് കുട്ടി മരിച്ച്, അക്വരത്തിൽ മീൻ മരിച്ചിട്ട് കുട്ടി മരിച്ച്, ഭാര്യയും ഭർത്താവും പിരിഞ്ഞ്, ഇങ്ങനെ നിരന്തരം വാർത്തകൾ കേൾക്കുന്നത് എന്താ? ടൂറിന് വിടാത്ത കുട്ടി പുഴയെ തുള്ളി മരിച്ച്, പരീക്ഷയെ തോറ്റ കുട്ടി സൂയിസൈഡ് തൂങ്ങി മരിച്ചു എന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം പത്രത്തിൽ വന്നപ്പോൾ ഇല്ലേ, എൻ്റെ 92 ചിരിച്ച് പണ്ടാരടങ്ങിപ്പോയി. ഞാൻ ചോദിച്ചല്ല 92 നിങ്ങളെപ്പോഴും ഒരു കുട്ടി മരിച്ചാൽ ചിരിക്കുക നിങ്ങൾ? അപ്പം അമ്മ പറഞ്ഞതെന്നറിയോ, അതിനല്ല ഞാൻ ചിരിച്ചത്, പരീക്ഷയിൽ തോറ്റിട്ട് മരിക്കുകയായിരുന്നുവെങ്കിൽ ഈ വീട് നിറച്ചും എൻ്റെ ശവം ആടിക്കളിക്കണമായിരുന്നല്ലോ എന്ന്. കാരണം പരീക്ഷയിൽ നിരന്തരം തോറ്റൊരു ചങ്ങായിയാണ് ഞാൻ മരിച്ചില്ല.
ഞാൻ മരിക്കാതിരിക്കാൻ 2 കാരണമുണ്ട്. ഒന്ന്, എൻ്റെ 1-ാം ക്ലാസ്സിലെ സൂപ്പി മാഷ് സ്കൂളിൽ പോയപാട് സൂപ്പി മാഷ് പറയും സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ. നിങ്ങൾക്ക് അതുണ്ട് എനവുണ്ട്, ഇപ്പോൾ ഉണ്ട് കേട്ടത്. സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ, നമ്മളെല്ലാം നിൽക്കൂ ഒയ് ഒയ് അങ്ങനെല്ലാം പറഞ്ഞിട്ട് സൂപ്പി മാഷ് പറഞ്ഞു എല്ലാവരും നല്ലവണ്ണം പഠിക്കണം. ഞങ്ങളെല്ലാം പറഞ്ഞു ഓ പഠിക്കാണ്ടെന്താ, അങ്ങനെയല്ലേ നമ്മളെല്ലാം പറയാം പഠിക്കണം എന്ന്. നമ്മളെല്ലാം അങ്ങനെയല്ലോ ഓ ഇന്ന് മാഷ് ആക്കിക്കൊണ്ടാണ് പറയുന്നതെങ്കിലും നമ്മളെല്ലാം ഒറ്റ സ്വരത്ത് പറഞ്ഞു. പിന്നീട് മാഷ് പറഞ്ഞു പഠിച്ചിട്ടില്ല എങ്കിൽ തോക്കും പൊട്ട, തോറ്റാൽ ഞാൻ അടിക്കും പൊട്ട. ഇത് കേട്ടപ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്ന മുഹമ്മദ് പറഞ്ഞു മാഷെങ്ങനെ നമ്മളെ പൊട്ട എന്ന് വിളിക്കുക. ഇനി എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് മാഷ കാലും കൈയും തച്ചൊടിച്ചൾ, ഇനി വേഗം നമുക്ക് അച്ഛൻ. പിന്നെ ജനഗണപാടുവാനും നമ്മൾ നിന്നില്ല. ജയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറമ്പ് ബുക്ക് എടുത്ത് ഓടി. എൻ്റെ അച്ഛൻ കോനാലിരിക്കുമ്പോൾ അച്ഛനോട് മുഹമ്മദും ഞാനും അച്ഛൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞു. അച്ഛൻ ഉടനെ വീട്ടിൽ കയറിപാടെ ഓൻ്റെ ബാപ്പ ഗൾഫിലാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനോടാണ് എല്ലാം പറയുക. അച്ഛൻ കയറി ചെന്ന പാട് ചോദിച്ചു മാഷ് എന്തൊക്കെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു നല്ലോണം പഠിക്കണം പൊട്ട, പഠിച്ചിട്ടില്ലെങ്കിൽ അടിക്കും പൊട്ട എന്ന് മാഷ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് പറഞ്ഞു മറ്റേ പറ, മറ്റേ പൊട്ടാന്ന് വിളിച്ചത് പറയാൻ, എന്നാലല്ലേ അച്ഛൻ മാഷ അടിക്കുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനോടാണ് അച്ഛാ മാഷ് കുട്ടികളെ പൊട്ട എന്ന് വിളിക്കാൻ പാടുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കാൻ. പൊട്ട എന്ന് വിളിക്കാമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അതിൻ്റെ മേലേക്ക് കയറി പറഞ്ഞു മാഷ അടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഇന്നെ ഞാൻ കൊല്ലും മരപ്പൊട്ട. സംഗതി എനക്ക് മനസ്സിലായി. ഞാൻ മുഹമ്മദോട് പറഞ്ഞു ഇഞ്ഞി മുണ്ടണ്ട, കിട്ടുന്നതും കിട്ടിയിട്ട് ഇങ്ങ് പോരുക, ഇവിടെ വന്നിട്ട് ഇളക്കിയിട്ട് ഇവിടുന്നും കിട്ടണ്ട. അതിന് ശേഷമല്ലേ പരീക്ഷ തോറ്റാൽ ഒന്നുമില്ല, മനസ്സിലായല്ലേ. സൂപ്പി മാഷ് സ്റ്റാൻഡപ്പ് ഓ അടിച്ചോളി, കാരണം എന്താ പരീക്ഷ തോറ്റു, ആ അടി വാങ്ങിയിട്ട് തുടച്ചുകൊണ്ട് തന്നെയാണ് ഈ മൈക്കൊക്കെ പുറകിൽ നമ്മൾ എത്തിയത്. നിങ്ങളെ കുട്ടികളെന്താ പരീക്ഷ തോറ്റിട്ട് തൂങ്ങിയിരിക്കുന്നത്? അതിലേക്ക് നിങ്ങൾ പറഞ്ഞ് മരിച്ചാൽ പിന്നെ ഞാൻ ജീവിക്കുമോ, നമ്മളെ കുടുംബത്തിൻ്റെ അഭിമാനം പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ ഉപദ്രവിച്ചപ്പോൾ അതിൽ നല്ല മരിക്കുന്നതാണ് കുട്ടി അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ പഠിപ്പൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ A+ ഒരു വിഷയമല്ല. ലോകത്ത് സ്കൂളിൻ്റെ അതിലോടി പോയാൽ A+ കിട്ടൂലേ. അതുകൊണ്ട് ഒരു ഉമ്മയും അമ്മയും ഉപ്പയും A+ൻ്റെ പേരിൽ അഹങ്കരിക്കരുത്. കുട്ടി പഠിക്കട്ടെ, A+ കിട്ടട്ടെ, വളരെ നല്ലത്. ഒന്നും കിട്ടിയില്ലേ ആയിലും നല്ലത് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ അന്ന് തൊട്ടിട്ട് അടി കിട്ടി ശീലിച്ചത് കൊണ്ടാണ് ഇന്നും നമ്മളിവിടെ. എൻ്റെ അച്ഛനൊന്നും തന്നെ രംഗീഷേ കുങ്കീഷേ എന്നൊന്നും വിളിച്ചൊന്നുമില്ല. എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച ഏറ്റവും നല്ല വാക്കെന്താണെന്നറിയോ? പെറുക്കി. എനിക്കതെല്ലാം അഭിമാനത്തോടു കൂടി പെറുക്കിന്ന് വിളിച്ച് അച്ഛൻ വേറൊന്നും വിളിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സമാധാനം. അതുകൊണ്ട് തന്നെ ആ പെറുക്കിന്ന് വിളിച്ചുകൊണ്ടല്ലേ ഇന്ന് പോലീസിൽ എനിക്ക് അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പോലീസിനെ കണ്ടിട്ടില്ലേ? നിങ്ങൾ സമരമൊന്നും ചെയ്തില്ല. സമരമെല്ലാം ചെയ്യുമ്പം പോലീസിനെ വിളിക്കുന്ന മുദ്രാവാക്യം എന്താ? പോലീസെല്ലാം എന്നാലും ജിഞ്ചട് ഇങ്ങനെ. ഞാനും അംസയിൽ ഇങ്ങനെ സമരത്തിനെ തടഞ്ഞു നിൽക്കുമ്പോൾ അംസ ചോദിക്കും ഇതെന്തിനാപ്പ പോലും നമ്മളെ ചീത്ത വിളിക്കുന്നു, നമ്മളെന്താക്കിന്നു അല്ല. ഞാനതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അംസ ഒരു ഉളുപ്പുണ്ട് എനിക്ക്, ഇതും കേട്ടിട്ട് ഇങ്ങനെ നിൽക്കും. ഞാൻ പറ അംസ ഇവരോട് പോയിട്ട് തെറി മാറ്റി പിടിക്കാൻ പറ. എൻ്റെ അച്ഛൻ്റെ തെറിയുടെ 7 അയലത്ത് എത്തിയിട്ടില്ല അവരുടെ തെറി. അതുകൊണ്ട് തന്നെ ആത്മാഭിമാന ബോധത്തോടു കൂടി നമുക്ക് ഇന്നും ജീവിക്കാൻ കഴിയുന്നു. ഞാൻ മരിക്കാത്തതിന് 2ാമത്തെ കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ്. എൻ്റെ അച്ഛൻ പണ്ട് സ്കൂളിൽ പഠിക്കുമേ പറയുന്നൊരു വർത്തമാനമുണ്ട്, പോയി ചത്താളാ. പരീക്ഷ തോറ്റ ചങ്ങായി പറയാ പോയി ചത്താളാന്ന്. പരീക്ഷ തോറ്റൊരു ചാണ. ഇത് കേട്ട് വളർന്ന ഞാനില്ലേ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് അങ്ങ് തെറ്റി. 10ാം ക്ലാസ്സിൽ നിന്ന് അച്ഛൻ്റെ മുമ്പിലേക്ക് ഞാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛനോട് നേരിട്ട് പറയാൻ ധൈര്യമില്ല. അമ്മ കേൾക്കിയ ഞാൻ അച്ഛൻ കേൾക്കിയ അമ്മേനെ വിളിച്ചു. അമ്മ ചൂ. ഞാൻ പറയും ഈ ചങ്ങായില്ലേ, ഈ ചങ്ങായി ആരാ? ഈ ചങ്ങായി ഇങ്ങനെ ചത്തോ എന്ന് പറയുന്നുണ്ട്. ഞാനങ്ങനെ ചാവുമൊന്നുമില്ല. ചാവുന്നുണ്ട് എങ്കിൽ ചങ്ങായി ഇനിയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടാണ് ഗ്രൗണ്ടിലേക്ക്. അച്ഛൻ എണീറ്റ് വരുമ്പോഴൊക്കെ ഓടിക്കഴിഞ്ഞു. ആ ഒരു വാശി. അതുകൊണ്ടാണ് ഞാൻ മരിക്കുക. 8ാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് മരിക്കാൻ മുട്ടീന്. മരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് മരിക്കാതിരുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ മരിച്ചാൽ എൻ്റെ അച്ഛൻ സന്തോഷിക്കുമെന്നുള്ള ഒരു കുട്ടിയുടെ വല്ലാത്ത എന്താ പറയുക ഒരു വിഷമമായിരുന്നു ഞാൻ മരിക്കാതിരിക്കാൻ കാരണം. അങ്ങനെ ചങ്ങായി സൂയിക്കണ്ട. നിങ്ങളെങ്ങനെയാ? ഞാൻ എൻ്റെ മോളോട് എനിക്ക് അങ്ങനെ ഒരു നന്മ കിട്ടിയിട്ടുണ്ട്, അതെൻ്റെ മക്കൾക്ക് കൊടുക്കണ്ടേ? എൻ്റെ 6ാം ക്ലാസ്സിലെ മോളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി പോയി മരിക്ക്, ഇനി കൊളിച്ചോടരുതോ, ഇനി പോയി ചത്തോ എന്ന് പറഞ്ഞ പോള് പറഞ്ഞു അച്ഛാ ഞാൻ ചാവ് ഓടുന്നില്ല. ഇനി അഥവാ ചാവുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഓടുന്നുണ്ട് എങ്കിൽ എൻ്റെ സ്വത്തും പണ്ടവും കിട്ടാണ് ഞാൻ ഓടുമില്ല, മതി. ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് അച്ഛൻ കേൾക്കാതെ പറഞ്ഞ സാധനം ഓൾ എൻ്റെ മുഖത്തോക്കി പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതാണ് വിഷയം. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഇനി എന്തിനാ എന്നോട് കിടുകിടുകിടു എന്ന് പറയുന്നത് എപ്പോഴും? എനിക്കൊന്ന് ഒഴിവായി തരറോ?
എൻ്റെ ATM കാർഡും സ്വത്തും എല്ലാം എനിക്ക് ഞാൻ എഴുതി തരാം, ഇനി ഒന്ന് ഒഴിവായി തരുമോ? ഓള് പറഞ്ഞെന്നറിയോ, ഒഴിവാക്കണം എന്നുണ്ട്. നമ്മളെന്നങ്ങ് ഒഴിവായിക്കറങ്ങി. ഞാൻ ഒഴിവാക്കിയാൽ ഇനി വേറെ കല്യാണം കഴിച്ച് സുഖിക്കും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഒഴിവാവില്ല. നിങ്ങളെങ്ങനെയാ എൻ്റെ വയലേൻ്റെ ടീമാങ്ങൾ? ഇതാണ് ഇവരെ മനസ്സിൽ. അല്ലാണ്ട് നമ്മൾ നന്നാണെന്നുള്ളതല്ല നിങ്ങളോട് നിൽക്കുന്നതിന്. കാരണം വേറെ സുഖിച്ചാളെന്ന പ്രശ്നമായിട്ട്. അതുകൊണ്ട് ഈ ഒരു ബോധമെല്ലാം നമുക്ക് ഉണ്ടായാലില്ലേ ഈ നാട്ടിൽ നിവർത്തി നമുക്ക് ജീവിക്കാൻ കഴിയും.